ചെറുവത്തൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിൽ ഉണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചിലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ. പാലക്കാട് വാഹന അപകടത്തെ തുടർന്ന് ജലനിധി പദ്ധതിയുടെ പമ്പ് ഹൗസ് തകർന്നു. 100 കണക്കിന് കുടുംബങ്ങളുടെ കുടിവെള്ളം നിലച്ചതോടെ ദുരിതത്തിലാണ് നാട്ടുകാർ. ഉടൻ പരിഹാരം വേണമെന്നാണ് ആവശ്യം. പാലക്കാട് മേഖലയിൽ ഇന്നലെയുണ്ടായ കാർ അപകടത്തെ തുടർന്ന് പ്രദേശത്തെ കുടിവെള്ള വിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഒറ്റപ്പാലത്ത് നിന്നും ചേലക്കര ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ കാർ നിയന്ത്രണം വിട്ട് ജലനിധി പദ്ധതിയുടെ ഷെഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ പമ്പ് ഹൌസ് ഷെഡും വെള്ളമടിക്കാനുള്ള മോട്ടോർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും പൂർണ്ണമായും തകർന്നു. സമീപത്തെ വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചാണ് വാഹനം അടുത്തുള്ള കുളത്തിലേക്ക് മറിയാതെ നിന്നത്. ചോലമക്കാവ് സ്വദേശിയുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ കാറിൽ നിന്നും പുറത്തിറങ്ങിയ സമയത്ത് വാഹനം നീങ്ങിയാണ് അപകടത്തിന് കാരണമായതെന്ന് പറയപ്പെടുന്നു. ഡ്രൈവർ നിസ്സാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകളും ആശ്രയിക്കുന്ന പദ്ധതി തകർന്നതോടെ ഇന്നലെ ഉച്ച മുതൽ കുടിവെള്ളമില്ലാതെ നാട്ടുകാർ വലയുകയാണ്. അധികൃതർ അടിയന്തരമായി ഇടപെട്ട് തകരാർ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സംഭവിച്ചത് പാലക്കാട് കുടിവെള്ള സംഘത്തിന്റെ ഇതാണ്. നമ്മുടെ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരാൾ ഉറക്കത്തിൽപ്പെട്ടു എന്നാണ് പറയുന്നത്. കാറ് വന്നിടിച്ച് ഒരു പോസ്റ്റ് മുറിഞ്ഞു, അതുപോലെ ഓഫീസ് തകർന്നു. അങ്ങനെ ഇലക്ട്രിസിറ്റിയിൽ നിന്നാൾ പൈസ അടച്ച് പോസ്റ്റ് കൊണ്ടുവരും, മറ്റേത് മോട്ടോർ ഷെഡ് അത് പരിപൂർണമായി പണിത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിശ്ചയസഹജമല്ലേ, ഉറക്കത്തിൽപ്പെട്ടു എന്നാണ് ആൾ അവകാശപ്പെട്ടത്. ഏകദേശം എത്ര മണിക്കായിരുന്നു? ഏകദേശം ഒരു 3:30 അടുത്ത്, 3:30 ഉച്ചയ്ക്കാണ് സംഭവിച്ചത്. ആൾക്കൊന്നും പറ്റിയില്ല, ചുണ്ടിൽ ചെറിയൊരു മുറിയുള്ളത്. അപ്പുറത്തേക്ക് മറിയേണ്ടതായിരുന്നു, അതിലിടിച്ച് നിന്നുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല. ആൾ പരിപൂർണമായി നന്നാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചോലമക്കാവ് ഭാഗത്തല്ല. നമ്മുടെ കുടിവെള്ള സംഘത്തിൽ 130ഓളം കുടുംബങ്ങളുണ്ട്. ഈ 2 കിണറിനെ ആശ്രയിച്ചാണ് ഈ 130 കുടുംബങ്ങളും കഴിയുന്നത്. ഒരു കിണറിലെ വെള്ളം വറ്റിക്കെടുക്കുകയുമാണ്. ഇതിൻ്റെ ഈ ഇന്നലത്തെ ഇടിയുടെ ആഘാതത്തിൽ മോട്ടോർ പെര തകർന്നതുകൊണ്ട് കുടിവെള്ളം മുട്ടി ആകെ ദുരിതത്തിലാണ് ജനങ്ങൾ. അപ്പോൾ എത്രയും പെട്ടെന്ന് നേരാക്കി കിട്ടാനുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന് അറിയിക്കുകയാണ്. മെമ്പർമാരെ ഇടപെട്ടിട്ട് എല്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ദ്രുതഗതിയിൽ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അവരെ ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവർ വന്നിട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, CCV.